നമ്മളിന്ന് ഒരു റൈറ്റ് ഡൗൺ വീഡിയോ ചെയ്യാൻ പോവുകയാണ്. വീഡിയോ എന്നാണെന്ന് കണ്ടിട്ടുണ്ടാവും. ഇതൊരു സാധാരണ മോണിറ്ററിനെ നമുക്കൊരു ഡെസ്ക്ടോപ്പായി ഉപയോഗിക്കാൻ പറ്റുന്നു. ഒരു ജിയോ സെറ്റ് ടോപ്പ് ബോക്സ് ഉണ്ടെങ്കിൽ ഇത് സാധ്യമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. മോണിറ്റർ ഇപ്പം ഇങ്ങനെ കാണാം, ജിയോന്ന് എഴുതി വന്നിട്ടുണ്ട്. നമ്മുടെ സ്ക്രീനിൻ്റെ ഡിസ്പ്ലേക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ആഡ്സാണ് ജിയോ സെറ്റ് ബോക്സിന് വരുന്നത്. ഞാനിതിൽ വയർലെസ് ബോക്സിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ഞാനിത് കൺട്രോൾ ചെയ്യുകയാണ്. ടടാ, നമുക്കിത് കീബോർഡ് കണക്ട് ചെയ്യാൻ കീബോർഡ് വെച്ചാണ് എനിക്ക് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലൈവ് ടി വി നമുക്ക് സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്താൽ യൂസ് ചെയ്യുന്നതാണ്. ജിയോ ടി വി പ്ലസ്, ജിയോ സിനിമ, ജിയോ സാവൻ, ജിയോ കോൾ, ജിയോ ഗെയിംസും പ്രൊവൈഡ് ചെയ്യുന്നു. ചെറിയ ഗെയിംസ് കളിക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മൈ ജിയോ ആപ്പ് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. ജിയോ ഫോട്ടോസ് ഉണ്ട്, ജിയോ പേജസ്, ജിയോ സ്റ്റോർ, യൂട്യൂബ്, ന്യൂസ് 18, ഹോട്ട്സ്റ്റാർ, പ്രൈം വീഡിയോ, Z5. പിന്നെ ഇത് നമുക്ക് ആഡ് ഓൺ ആപ്സാണ് ഇതൊക്കെ. സോണി ലീവ്, സൺ നെക്സ്റ്റ്, മ്യൂസിക്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നമ്മളൊരു പി സിയെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് പി സിയിൽ ആദ്യമേ നമുക്ക് ആവശ്യം വരുന്നത് ബ്രൗസിംഗ് ആണ്. ബ്രൗസിങ്ങിനായി നമ്മൾ എടുക്കേണ്ട ജിയോ പേജസ് ആണ്. സോ നമുക്കൊരു ബ്രൗസറായി തന്നെ ചൂസ് ചെയ്യാം. പിന്നെ എന്തിനാണ് ഇപ്പോൾ ആമസോൺ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ആമസോണിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആമസോൺ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ആമസോൺ വെബ് ബ്രൗസറായിട്ട് കണക്റ്റായി നമുക്കിതിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണം, ജിമെയിൽ ചെക്ക് ചെയ്യാനാണ്, അതിനും ഇതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ജിമെയിൽ എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്, സെലക്ട് ചെയ്യാം. സാധാരണ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്യുന്ന ഓപ്ഷൻ സൈൻ ഇൻ ആണ്. നമുക്ക് സൈൻ ഇൻ ചെയ്തെങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും. ഇതോടെ നമുക്ക് ബേസിക്കായ വെബ് ബ്രൗസിംഗ് എല്ലാം നമുക്ക് സെറ്റ് ബോക്സ് കണക്ട് ചെയ്യുന്നതോടെ നമുക്ക് ഈ സിംഗിൾ, ഞാൻ വേറൊരു ഇതും യൂസ് ചെയ്യുന്നില്ല, CPU യൂസ് ചെയ്യുന്നത്, ഓൺലി ഒരു ജിയോ സെറ്റ് ബോക്സ് ഉപയോഗിച്ചാണ് ഇത്രയും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എൻ്റർടൈൻമെൻറ്റിനായി നമുക്ക് ജിയോ ടി വി പ്ലസ് ഉണ്ട്, ജിയോ സിനിമയുണ്ട്, പിന്നെ സാവനുണ്ട്, ജിയോ സാവൻ, പിന്നെ പ്രൈം വീഡിയോ, ഹോട്ട്സ്റ്റാർ. നമുക്കിത് പ്രൈം വീഡിയോ ചൂസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്.
യെസ്, ഇറ്റ്സ് വർക്കിംഗ്. നമുക്ക് പ്രൈമിയുടെ ഇതിൽ അവൈലബിൾ ആണ്. ഇങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കാം. യെസ്, തടാ, ഇറ്റ്സ് വർക്കിംഗ്. Amazon Prime is working in this. Look at this. Amazon exclusive. Yes. ഇനി നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കാം. വർക്കിംഗ് ആണോ നോക്കാം. എല്ലാവരും പി സിയിലൊക്കെ നന്നായി യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് തന്നെയാണ് യൂട്യൂബ്. യെസ്, യൂട്യൂബ് ഇസ് ഓൾസോ വർക്കിംഗ്. അങ്ങനെ നമ്മുടെ പരീക്ഷ വിജയമായിരിക്കുന്നു. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കോൾ ചൂസ് ചെയ്യണമെങ്കിൽ അതിനും സാധിക്കും. പക്ഷെ ഞാനതിൻ്റെ ഒരു വെക്കാൻ നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. വെക്കാനുള്ളവർക്ക് അത് തീർച്ചയായും ചെയ്യാൻ സാധിക്കും. അപ്പം ജിയോ USB പോർട്ടിൽ വെക്കുന്ന ഉപയോഗിച്ച് കണക്ട് ചെയ്ത് നമുക്ക് ജിയോ ക്യാമറ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സാധാ ക്യാമറ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇല്ലാത്ത കാരണം കണക്ട് ചെയ്തിട്ടില്ല. ഇല്ല. ജിയോ TV പ്ലസ് എന്ന ആപ്പ് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ്. എല്ലാ OTT പ്ലാറ്റ്ഫോമിലും ഇതിലേക്ക് ഇൻഫർമേഷൻസ് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. പ്രൈം വീഡിയോ, ജിയോ സിനിമ, ഹോട്ട്സ്റ്റാർ, സൺ നെക്സ്റ്റ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത്രയുമാണ് നമുക്കിതിൽ വേറൊരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഈ സെറ്റ് ബോക്സ് നമുക്ക് ഡയറക്റ്റായി കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ജിയോ റിമോട്ട് ഉണ്ട്. ഇതിൽ മൈക്രോഫോൺ വെച്ച് നമുക്ക് വോയിസ് സെർച്ചും ചെയ്യാൻ സാധിക്കും. ഇത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് എനിക്ക് തോന്നുന്നു. അടുത്ത നമ്മൾ ജിയോ സെറ്റ് ബോക്സ് എങ്ങനെയാണ് ഈ PC മോണിറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ജിയോ സെറ്റ് ബോക്സ്. ഗ്രീൻ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഞാൻ ആ കൂടി കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു പവറും കേബിളും പിന്നെ ഒരു HDMI കേബിളും മാത്രമാണ് വെച്ചാണ് ഞാൻ നേരത്തെ കാണിച്ചതെല്ലാം ഞാൻ ചെയ്യാൻ സാധിക്കുന്നത്. നമുക്കിതിലൊരു ലാൻ പോർട്ടും കൂടി ലഭിക്കുന്നുണ്ട്. പിന്നെ 2 USB പോർട്ട്സും ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു USB പോർട്ടും ഇവിടെ ഒരു USB പോർട്ടും. ഇതിൽ ഞാനൊരു വയർലെസ് കീബോർഡിൽ മൗണ്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കീബോർഡും മൗസും ഇതിൽ ആക്സസ് ചെയ്യുന്നത്. ഇതിൻ്റെ കണക്ഷൻ വയറാണ് ഇതാണ് HDMI സ്ലോട്ട്. HDMI വയർ ഇതിങ്ങനെ നമുക്ക് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് മോണിറ്ററിൻ്റെ. ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന ജിയോ ഉണ്ട്. HDMIൻ്റെ ഇതാണ്. സെക്കൻഡ് ആണ് ഫ്ലാഷ് ചെയ്ത് കാണാൻ സാധിക്കുന്നു വിചാരിക്കുന്നു. ഇതാണ് HDMI കേബിൾ. ഞാൻ നേരത്തെ കാണിച്ച ജിയോൻ്റെ സെറ്റ് ബോക്സിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇതാണ്. പിന്നെ ഇവിടെ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അത് വെച്ച് നമുക്ക് ഓഡിയോ ഔട്ട് ലഭിക്കും. പിന്നെ ഒരു VGA പോർട്ട് ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇതാണ് പവർ കേബിൾ. അങ്ങനെയാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. സോ സിമ്പിൾ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇത് പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് കെവിൻ മാർട്ടിൻ signing off on behalf of Tech and Fist. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.